മൂലാധാര ക്ഷേത്ര സ്ഥിതം എന്ന് കേട്ടപ്പോ പെട്ടെന്ന് തോന്നിയത് കൊച്ചിനെ കണ്ടപ്പോ സംഗീത വിദുഷിയാണ്. തീർച്ചയായിട്ടും ആ കണ്ഠത്തിൽ കൂടെ മറ്റേ ഗണപതിയുടെ ആ സ്തുതികള്, ആ വാതാപി ഗണപതി എന്നുള്ളത് കേട്ടാൽ കൊള്ളാന്ന് വലിയ മോഹം. വാതാപി ഗണപതി ഭജേഹം, വാതാപി ഗണപതി ഭജേഹം, വാതാപി ഗണപതി ഭജേഹം. നമസ്കാരം. നയം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഏറെ പ്രശസ്തമായ സൂര്യകാലടി മനയിലാണ് ഇന്ന് നമ്മൾ. സൂര്യകാലടി മനയിലെ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഗണേശ സങ്കല്പത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിയാനുണ്ട്. ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ധാരാളം ഗണപതി ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് സൂര്യകാലടിയിലെ ഗണപതി സങ്കല്പം. പ്രത്യേകിച്ചും സൂര്യഭഗവാനുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മന എന്ന രീതിയിൽ ഇവിടുത്തെ ഗണപതി സങ്കല്പത്തിലും അത് ചേർന്നിരിക്കുന്നുണ്ട് എന്നൊരു ധാരണയുണ്ട്. ഒന്ന് വ്യക്തമാക്കാം. ഓരോ ദേവതാ സങ്കല്പങ്ങളും വൈവിധ്യങ്ങളാണ്. ഓരോരോ ദേവതകളുടെ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ശിവൻ, വിഷ്ണു, ഇങ്ങേറ്റം ശങ്കരനാരായണൻ വരെയുള്ള ആ പ്രതിഷ്ഠാ ഭാഗങ്ങൾ ആചാര്യസ്വാമികളുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ നമ്മുടെ പൂജാക്രമം നമ്മൾ പൂജ അവലംബിക്കുന്നതൊക്കെ തന്നെ. ഒരേ ദേവതയെ തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മറ്റ് ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്നും പ്രാധാന്യം കുറയുന്നില്ല, പക്ഷേ വ്യത്യസ്തതയുണ്ട്. ഇവിടുത്തെ സൂര്യകാലടിയുടെ ഗണപതിയുടെ വിശേഷം കുടുംബസ്ഥനായിട്ടുള്ള ഗണപതിയാണ്. മഹാഗണപതി എന്ന് വ്യവഹരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗണപതി, ബീജഗണപതി, അങ്ങനെയുള്ള അതിനകത്തെ മൂലത്തിനും ഉപചാരങ്ങൾക്കും ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. അപ്പോ ഇത് സർവദേവതാ സാന്നിധ്യത്തോടു കൂടിയിരിക്കുന്ന ഒരു ഗണപതി സങ്കല്പമാണിത്. ശൈവവും വൈഷ്ണവും ശാക്തേയവുമായിട്ടുള്ള ഇതിന്റെ ഓരോ 10 കൈകളും ഭാര്യാസമേതനുമായിട്ടാണ് ഈ ഗണപതിയുടെ ആ ഒരു ധ്യാനം തന്നെ. അതിന്റെ ധ്യാന മന്ത്രം ഇതാണ്: ബീജാപൂര ഗതേക്ഷു കാർമകരുജ ചക്രാബ്ജ പാശോൽപല വൃഹ്യഗ്ര സവിഷാണ രത്നകലശ പ്രോദ്യോൽക്കരാംഭോരുഹ ധേയോ വല്ലഭയാച പത്മകരയ ശ്ലീഷ്ടോജ്വലൻ ഭൂഷയ വിശ്വോൽപത്തി വിനാശ സംസ്ഥിതികരോ വിഘ്നോ വിശിഷ്ടാർത്ഥത. ഇതാണ് ആ ധ്യാനം. അതിന്റെ ഒരു മലയാളവൽക്കരണം: തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈ 10ലും നാരങ്ങാ ഗദയും കരിമ്പ് ധനുഷ ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ടു പാശുമുടനൈ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരളും എന്ന് പറയുമ്പോൾ ആ ഒടിഞ്ഞ കൊമ്പോടുകൂടി ഇരിക്കുന്ന ആ കരവലയത്തിൽ ഇരിക്കുന്നത് സാക്ഷാൽ ശ്രീചക്രരാജ സിംഹാസനേശ്വരിയായിട്ടുള്ള ആ ഭഗവതി, ശ്രീ ഭഗവതി തന്നെയാണ് ആ വാമഭാഗത്തിൽ ഇരിക്കുന്നത്. അപ്പോ അത് ഏത് പ്രതിഷ്ഠകൾ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ആ ദേവതകൾ നമ്മളെ ശ്രദ്ധിക്കുന്നതായിട്ട്, നമ്മളെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഗണപതി അങ്ങനെ തന്നെ, ശരി. പക്ഷേ ഈ വാമഭാഗത്തിൽ ഇരിക്കുന്ന ഈ ദേവി സ്വന്തം ഭർത്താവിനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് സ്വന്തം കാന്തനായിട്ടുള്ള മഹാഗണപതിയെ ദർശിച്ചുകൊണ്ട് ആ കുടുംബ പരിവേഷത്തിന്റെ ആ മഹാത്മ്യം, പ്രത്യേകിച്ച് സൂര്യമണ്ഡല മധ്യസ്ഥൻ മുമ്പേ എടുത്ത് ചോദിച്ചു സൂര്യനുമായിട്ടുള്ള ബന്ധം എന്താണ്. അതിന് സൂര്യകാലടിയായിട്ടുള്ള അതിന് ഉപോത്ബലകമായിട്ടുള്ള പല കഥകളും ചരിത്രങ്ങളും അതൊക്കെ വേറെ ഉണ്ട്, കഥകളുണ്ട്. അത് ഇതുമായിട്ട് നമ്മളിപ്പോ സംസാരത്തിൽ ബന്ധപ്പെടുത്താൻ അതിന് വേറെ വഴിയിലേക്ക് പോകേണ്ടി വരും. അപ്പോ ഇത് സൂര്യമണ്ഡല മധ്യസ്ഥനാണ്. ഇനി ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് പോവാം. ഒരു മത്സരം നടന്നതൊക്കെ അറിയാമല്ലോ. ശിവനും സുബ്രഹ്മണ്യ സ്വാമിയും കൂടി ഒരു പഴത്തിന് വേണ്ടിയിട്ട് മത്സരം നടത്തിയതും, അതിന് സുബ്രഹ്മണ്യ സ്വാമി മയിലേറി ഈ അണ്ടകടാഹം മുഴുവൻ ചുറ്റാനായിട്ട് പോവുകയും ഇദ്ദേഹം എന്ത് ചെയ്തു, സ്വന്തം അച്ഛനെയും അമ്മയും ബലം വെച്ച് 3 പ്രദക്ഷിണം വെച്ച് 2 കൈകളിലേക്ക് ഓടി ആ പഴം വാങ്ങിച്ച കഥ കേട്ടിട്ടുണ്ട്. ഇത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ.
അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ ദൈവങ്ങള്. അതിൽ കൂടെ സർവ്വ ദൈവങ്ങളെയും ദർശിക്കണം, സർവ്വ അംശങ്ങളെയും ഉപാസനാമൂർത്തികളെ ഒക്കെ തന്നെ അച്ഛനും അമ്മയും കൂടി ദർശിക്കണം എന്ന് നമ്മളെ ശരിക്കും അടിവരയിട്ട് ഉറപ്പിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞു തന്ന അതാര് ഗണപതി തന്നെ കാണിച്ചു തന്നു. അതേ മൂർത്തി തന്നെ ഇരിക്കുന്ന ഭാവമാണ് സൂര്യകാലടി ഗണപതിയുടെ ഒരു വിശേഷം. ഈ ഓരോ വെപ്പൺസ് എടുത്ത് നോക്കിയാലും ഈ ശൈവത്തിന്റെയും വൈഷ്ണവത്തിന്റെയും ശാക്തേയത്തിന്റേതുമായിട്ടുള്ള വെപ്പൺസ് ആണ് ഓരോ കൈകളിൽ ഇരിക്കുന്നത്. ശൂലമുണ്ട്, ശിവന്റെ ശൂലമുണ്ട്, അല്ലെങ്കിൽ മറ്റേ ശാക്തേയത്തിന്റെ മറ്റൊരു ആയുധമുണ്ട്. ഇതൊക്കെ എല്ലാം കൂടി അടങ്ങുന്ന ഒരു സർവ്വദേവതാ സാന്നിധ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ധ്യാനഭാവം വേറെ ഒരു ധ്യാനത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റുള്ളതല്ല. എന്ന് വെച്ച് ബീജഗണപതിക്ക് പ്രാധാന്യം കുറവുണ്ടെന്ന് വിചാരിക്കരുത്. മഹാ എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഹേമം എന്ന് വിചാരിക്കുകയും വേണ്ട. എല്ലാം മഹാ തന്നെയാണ്. പക്ഷെ ഇത് മഹാഗണപതി എന്ന് വ്യവഹരിക്കുന്നു. ഇനി സ്ത്രൈണ ഗണപതിയുണ്ട്, അതും അങ്ങനെ ഒരു ഭാവമുണ്ട്. സ്ത്രീ രൂപത്തിലുള്ള ഗണപതി സങ്കല്പമുണ്ട്. ഇങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള അനവധി ഈ ഗണപതി സങ്കല്പങ്ങൾ. ഇനിയിപ്പോ അതൊക്കെ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരവില്ല. എങ്കിലും നമുക്ക് പറഞ്ഞല്ലോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗണപതി സങ്കല്പങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സിംഹഗണപതി, ലക്ഷ്മി ഗണപതി, അങ്ങനെയൊക്കെ പല വിധത്തിൽ ഇതിന്റെ ഒരു ഭക്തന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളിതിൽ ആരെയാണ് ആരാധിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷ്മി ഗണപതി ഒരുപക്ഷെ ഇനി ധനവുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആള് ലക്ഷ്മി ഗണപതി ആരാധിക്കണോ, അതോ ഇനി ധൈര്യം വരാനാണോ സിംഹഗണപതി? ഇങ്ങനെ ഭക്തന് പലവിധ സംശയങ്ങളുണ്ട്. അപ്പൊ ഒരു ഭക്തന് മനസ്സിലാകുന്ന വിധത്തിൽ ഈ വ്യത്യസ്ത സങ്കല്പങ്ങളൊന്ന് പറഞ്ഞാൽ. അതിനകത്തൊരു സംശയം വരാൻ കാര്യമില്ല. ബാലഗണപതി സങ്കല്പത്തില് എന്റെ ഒരു വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചുള്ളത് വലിയ ഉദാഹരണമാണ്. അതായത് എനിക്കൊരു മോഹം തോന്നി. പാർവതിയുടെ അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ, എപ്പോഴും ഈ മാതൃത്വത്തിന്റെ പ്രാധാന്യം നമുക്കൊക്കെ തന്നെ എല്ലാവർക്കും അതിന്റെ ഒരു ഗൗരവവും അതിന്റെ ഒരു കാലത്ത് മരണം വരെ നമ്മൾ മറക്കാൻ പോകുന്നില്ല. അപ്പോ ഒരു മൊലി കൂട്ടുന്ന ഒരു കുഞ്ഞിന്റെ ഭാവത്തിൽ ഗണപതി വരികയും പാർവതിയുടെ മടിയിൽ കിടക്കുന്ന ഒരു ഭാവത്തിലുള്ള ഒരു ധ്യാന രൂപം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇതുപോലെ ഓരോ ഞാനും അന്നത്തെ ആ കാലഘട്ടത്തിലെ മഹർഷിചരന്മാരുമായിട്ട് ഇതാണെന്ന് അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാനാണെന്ന് തോന്നി. അങ്ങനെ ഒരു സംശയം തോന്നരുത്. നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വെറും സാധാരണക്കാരാണ്. ഇതെന്റെ മോഹത്തിൽ തോന്നിയ ഒരു ഭാവം. അതിന് ഞാനായിട്ട് തന്നെ ഒരു മൂലമുണ്ടാക്കി, ഞാനായിട്ട് തന്നെ ഒരു ഉപചാരം ഉണ്ടാക്കി, അതിന് അംഗപ്രത്യംഗങ്ങൾ ഓരോന്ന് ഉപചാരവും അതിന് വേണ്ടുന്ന ഒരു പൂജാക്രമം ഞാൻ തന്നെ ഉണ്ടാക്കി. അതിന് ഛന്ദസ് ഉണ്ടാക്കി. അതാത് മന്ത്രങ്ങളുടെ ഛന്ദസ് ചൊല്ലി ഇതിന് കുറെ നിയമങ്ങൾ നമുക്ക് ആവശ്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആവശ്യങ്ങളിലേക്ക് പോകണം. ഒരു ഉപദേശത്തിന്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഛന്ദസ് ചൊല്ലി വേണം. അതായത് മന്ത്രവും ഞാനും ഒന്നാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ചില സംഗതികളാണ് ഈ ന്യാസങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോ ആ മന്ത്രം ആരുണ്ടാക്കി? ആ ഗുരുവിനെ ശിരസിൽ ജസിക്കും. അപ്പൊ അതുകൊണ്ട് ഈ മന്ത്രം ഉണ്ടാക്കിയത് ആര്? ജയസൂര്യനാണ്. അപ്പൊ ജയസൂര്യ ഋഷി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് അർക്കപാദമൂല ഋഷി എന്ന് എന്റെ മനസ്സിൽ തോന്നി. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, പാദം കാലടി, അർക്കപാദമൂല ഋഷി. നമ്മളിവിടെ ജീവിച്ചു വന്നൊരു വാടകക്കാരനപ്പുറമൊന്നുമില്ല. ഒരു പാരമ്പര്യം ഉണ്ടാക്കിയെടുത്ത ഒരു മഹാസ്വത്തിന്റെ ഒരു കണ്ണിയായിട്ട് നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ അതിനകത്തേക്ക് കണ്ണിയായി എന്നുള്ളത് അത്രയേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു സങ്കല്പമാണ് ഈ പാർവതിയുടെ മടിയില് ഇങ്ങനെ ഒരു ആ വാത്സല്യവും അമ്മയുടെ മുഖഭാവവും അമ്മയുടെ ആ ഒരു മൊഴി കൂട്ടുന്ന സമയത്താണ് ഒരമ്മയുടേതായിട്ടുള്ള എല്ലാം ആ കുഞ്ഞ് മനസ്സിലാക്കുന്ന സമയം അതാണ്. ബുദ്ധി ഉദിച്ചിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ആ തലത്തിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള തലത്തിലേക്ക് എത്തുന്നതിന്. പക്ഷെ അവൻ അത് ഹൃദയസ്ഥമാക്കുന്നത് ആ സമയത്താണ്. ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും തമ്മിലുള്ള ആ ഒരു ചില കമ്മ്യൂണിക്കേഷൻസ് അവിടെ നടക്കും, ഇല്ലേ? അത് വായു കൂടി ശബ്ദത്തിൽ കൂടി ആവാം, അല്ലെങ്കിൽ സ്പർശനത്തിൽ കൂടി ആവാം. ഇതെല്ലാം കൂട്ടി അടക്കുന്ന ഒരു ഭാവം എന്റെ മനസ്സിൽ. എന്നാ അങ്ങനെ എന്തുകൊണ്ട് ഗണപതി അങ്ങനെ ആക്കിക്കൂടാ? അങ്ങനെ അപ്പൊ പാർവതിയാണ് അമ്മ, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ഒരു രൂപം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഇത് ഇന്നേ വരെ അനുവാദങ്ങൾ പലരുടെ ആവശ്യമുണ്ട്. ഇത് ചില നിർദ്ദേശങ്ങൾ ചോദിച്ചപ്പോൾ ഇതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ച് ഇന്ന പോലെ ആയി, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്കൊരു സ്ഥിരമാക്കണം എന്നുണ്ടെങ്കിലോ
ഒത്തിരി പേരുടെ അതിനകത്ത് ആ തലത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഒത്തിരി അനുവാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ ഇതൊക്കെ ക്രമീകരിച്ചാൽ മാത്രമേ ആ തലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ ഏതോ ഋതുല്യരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നിയ ഭാവങ്ങളാവാം ഇങ്ങനെ നമ്മളായിട്ട് കാണുന്നത്. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കുന്ന അതാ. ഇതിനൊരു അടിസ്ഥാനമെന്നോ ഒന്നും പറയാൻ എനിക്ക് ഒരു അടിസ്ഥാന ഗ്രന്ഥങ്ങളോ ഒന്നും പറയാനില്ല. 32 ഭാവങ്ങളും 64 ഭാവങ്ങൾ പോവാണ്. ഇതൊന്നും അല്ല, അതപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഒരു ആകാശത്തേക്ക് നോക്കുമ്പോ ആ കാർമേഹത്തിനെ നമുക്ക് പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു എന്റെ കാണുന്ന അതേ രൂപത്തിലായിരിക്കണം എന്നില്ല കൊച്ചിന്റെ ആ ഒരു ഭാവം മനസ്സിൽ തോന്നിയത്. ഇതുപോലെ നമുക്ക് അതിനൊക്കെ ഈ ദേവത കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത്രയും ഒരു മനുഷ്യനുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയ ഒരു ദേവതാസങ്കല്പം, ഉപാസന മൂർത്തി മഹാഗണപതിയോളം വേറെ ഒന്നുമില്ല. അതായത് ഒരുപക്ഷെ തിരുമേനി പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഭക്തന്റെ ഭക്തിക്കും ഭാവനയ്ക്കും ഇംഗിതത്തിനും അനുസരിച്ച് നമുക്ക് അനുഗ്രഹം തരാനായിട്ട് ക്ഷിപ്രപ്രസാദിയായിട്ടിരിക്കുന്ന ഗണപതിയ സങ്കല്പമാണ് ഈ ഒരു ഉപാസനാമൂർത്തി. മറ്റൊന്നും അല്ലേ ചോദിച്ചാൽ ഇപ്പൊ കൃഷ്ണനെ അങ്ങനെ കാണുന്നവരുണ്ടാവും, ഗുരുവായൂരപ്പാന്ന് വിളിച്ച് മകനെ ആയിട്ട് കാണുന്നവരുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ തോന്നിയതാണിത്. ഇപ്പോ കുടുംബസങ്കല്പത്തിലുള്ള ഗണപതിയാണ് സൂര്യകാലടിയിൽ എന്ന് പറഞ്ഞു, മാതൃഭാവത്തെ കുറിച്ചും പറഞ്ഞു. അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഗണപതിയുടെ ഭാര്യമാർ സിദ്ധി ബുദ്ധി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ സൂര്യകാലടിയിലെ സങ്കല്പം അനുസരിച്ച് ഭാര്യാസമേതനാണെന്നും പറഞ്ഞു. അപ്പൊ ഈ സങ്കല്പങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് വ്യാഖ്യാനിക്കാമോ? അതൊരു നോർത്ത് ഇന്ത്യൻ ശൈലിയാണ് ഈ സിദ്ധി ബുദ്ധി എന്നുള്ള ഒരു സങ്കല്പം. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു പ്രതിഷ്ഠാഭാവോ പൂജാക്രമോ അവലംബിക്കുന്നില്ല. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു ശൈലിയിലുള്ള സൂര്യകാരണി ഗണപതിക്ക് മാത്രമേ ഉള്ളൂ ഈ ഭാര്യാസമേതനായിട്ടുള്ള. പിന്നെ വേറെ എവിടേക്ക് ഉണ്ട് ഇങ്ങനെ ആ ധ്യാനത്തിലുള്ള ചില കുടുംബ ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഏതാ പാരമ്പര്യം ഏതാണെന്നും അറിഞ്ഞുകൂടാ. സിദ്ധി ബുദ്ധിയാണ് നമ്മൾ സാധാരണഗതിയിൽ അത് ബോംബെയിൽ മാത്രമേ ഉള്ളൂ. ബോംബെയിൽ മാത്രമേ ഉള്ളൂ. കേരളത്തില് നമ്മുടെ മലയാളമേല് അങ്ങനെയുള്ള ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ലക്ഷ്മി ഗണപതി എന്നൊക്കെ പറഞ്ഞ ഇപ്പോ ദൃഷ്ടി ഗണപതി എന്നൊക്കെ പറഞ്ഞ് ഓരോ അതൊക്കെ നോർത്ത് ഇന്ത്യൻ ശൈലിയാണ്. അതൊക്കെ നമ്മുടെ അങ്ങനെ ഒരു ദൃഷ്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് മൂർത്തിയെ എടുത്തു കഴിഞ്ഞാലും അത് അടിസ്ഥാനമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു മൂലമന്ത്രം വേണം, അതിനൊരു ഉപചാരം വേണം, അംഗം വേണം, ഛന്ദസ് വേണം, അതിൻ്റെതായിട്ടുള്ള ചുട്ടവട്ടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മൂർത്തിയെ പൂർണ്ണമായിട്ട് നമുക്ക് ആചരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫോട്ടോ, ഒരു പിക്ചർ, ഒരു ചിത്രം ഉണ്ടാക്കാം. പക്ഷെ അതായത് ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഭാര്യ സമേതനായിട്ടുള്ള ഗണപതി എന്ന് പറയുന്നത് അതിനുള്ള മൂലമന്ത്രങ്ങള് അവൈലബിൾ അല്ല എന്നാണ്, ആണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? സിദ്ധിയും ബുദ്ധിയും എന്നുള്ളതിന്റെ ഒരെണ്ണം ഇതുവരെ ആരും യോജിച്ചിട്ടില്ല പാരമ്പര്യമായിട്ടുള്ളത്. ശരി ശരി. ഇനി പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ മനോമുഖരത്തിൽ തോന്നിയ ഒരു സങ്കല്പം ഒരുപക്ഷെ മറ്റൊരാൾക്ക് തോന്നായില്ല, അതൊരു പക്ഷെ ചെയ്തെന്നിരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു പ്രിന്റഡ് മാധ്യമത്തിന് അല്ല ഒരു പുസ്തകത്തിനകത്തോ പാരമ്പര്യമായിട്ടോ ഒന്നും അങ്ങനെ അവലംബിച്ചതായിട്ട് കേൾവിയില്ല. നമുക്ക് ഉള്ളറകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇപ്പോ ഉള്ള താന്ത്രിക വൃത്തി ചെയ്യുന്ന പാരമ്പര്യ കുടുംബങ്ങളിലൊന്നും ഇതങ്ങനെ ചെയ്യാറില്ല. ശരി. അപ്പോൾ അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത് ആരാധനാക്രമമാണ്. ഇപ്പോൾ തിരുമേനിയെ പോലെ ഗണപതി ഹോമങ്ങൾ എത്ര ചെയ്തതെന്ന് തിരുമേനിക്ക് തന്നെ നിശ്ചയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയധികം ഗണപതി ഹോമങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതിയെ പ്രാർത്ഥിക്കുക. അതുപോലെ ഒരു ബിസിനസ് ആട്ടെ, ഒരു സംരംഭം എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് വീടിൻ്റെ കയറി താമസത്തിന് മുമ്പൊക്കെ ഗണപതി ഹോമം എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കാണുന്നു. ആ ഗണപതി ഹോമത്തിൻ്റെ സങ്കല്പവും പ്രാധാന്യവും ഒന്ന് പറയാം. എന്തിന്റെയും നാന്തിയെ കുറിക്കുന്നത് ഗണപതിയെ ഗുരു ഗണപതി എന്നാണ് പറയേണ്ടത്. ഏത് പൂജ തുടങ്ങുമ്പോഴും ഇപ്പോ പ്രതിഷ്ഠാഭാവങ്ങളിലാണെങ്കിലും ഗർഭഗൃഹത്തിലാണെങ്കിലും ഹോമകുണ്ടത്തിലാണെങ്കിലും ഗുരുവിനെ വന്ദിച്ച് ഇപ്പൊ പീഠപൂജാ മന്ത്രങ്ങളൊക്കെ പോകുമ്പോഴാണെങ്കിലും ഗുരുഭ്യോ നമ ഗണപതയേ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അത് പറയട്ടെ, ഈ ശിവപാർവതിമാരുടെ വിവാഹ സമയത്തും ഒരു ഗണപതി പൂജ നടത്തി.
ഇല്ലേ? അത് ആദിമൂല ഗണപതി. ഗണപതി ഒരു അവതാരമല്ല, എന്നുമുണ്ട്. പ്രത്യേകിച്ചൊരു അവതാരമല്ല ആ മൂർത്തി, എന്നുമുണ്ട്, എപ്പോഴും ഉണ്ട്. സ്വന്തം അച്ഛനും അമ്മയെന്ന് നമ്മൾ കഥകളിൽ കൂടി കേൾക്കുന്ന അവരുടെ വിവാഹ സമയത്തും ഈ ഗണപതി പൂജ നടത്തി. അതൊരു അതിശയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് ശിവന്റെയും പാർവതിയുടെയും പുത്രനായിട്ടാണ് ഗണപതി എന്നാണ്. പക്ഷെ അവരുടെ വിവാഹത്തിന് പോലും ഗണപതിയുടെ മൂലഗണപതിയുടെ അഗ്നിമൂലയില് ഇപ്പൊ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഗുരുവിന്റെ സ്ഥാനവും റൈറ്റ് സൈഡിൽ ഗണപതിയുടെ സ്ഥാനവും തന്നെയാണ്. ഇപ്പോ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഏത് എഴുത്തിനിരുത്താൻ പോകുമ്പോ, ഷോഡശക്രി അല്ലെ ആ ഒരു കർമ്മങ്ങളിലേക്കൊക്കെ പോകുമ്പോ അപ്പൊ തന്നെയാണെങ്കിലും ഈ ഗുരുവിനെ ആദ്യം വന്ദിക്കും. ഇപ്പോ അത് തന്നെ പൂജയിലും ഇതൊക്കെ തന്നെ. അത് ഗുരുവായൂരാണെങ്കിലും ശരി, എത്ര മഹാക്ഷേത്രങ്ങളിലാണെങ്കിലും ശരി, ചെറുതാണെങ്കിലും ശരി, പൂജാക്രമെല്ലാം ഒന്ന് തന്നെയാണ്. ദേവന് ഒറ്റ പവറേ ഉള്ളൂ. അത് നമുക്ക് വലിപ്പച്ചെറുപ്പം മുഴുവൻ കാണുന്ന പുറത്തെ ആകാരങ്ങളിൽ കൂടിയാണെങ്കിൽ അകത്തിരിക്കുന്ന മൂർത്തിക്കെല്ലാം തുല്യ പ്രാധാന്യം. നമ്മൾ കൊടുക്കുന്നതാണ് ഇതിന്റെ ഒരു ഇങ്ങനെ, അയ്യോ അത് കൂടുതൽ ധനമുള്ള ആള് അല്ലെങ്കിൽ ഇരയാള്, ധനം ഇല്ലാത്തയാള്, ഇതൊക്കെ പുറമേക്ക് കാണിക്കാൻ പാകത്തിനുള്ളത്. അപ്പോ പൂജാക്രമം എല്ലാം ഒരേ ശൈലിയിലാണ് എല്ലായിടത്തും. അപ്പോ ഗുരുവിനെ വന്ദിച്ച് ഗുരുവിന് വേണ്ട അഖ്യാതികളൊക്കെ കൊടുത്ത് ശേഷം ആദ്യം മൂലഗണപതിയിൽ കൊടുത്ത് പ്രാണാഹുതികളൊക്കെ കൊടുത്തതിന് ശേഷമാണ് പ്രധാനമൂർത്തി ഗണപതി ആണെങ്കിൽ തന്നെയും ഈ അതിനെ ഉപചരിക്കാനും അതിന്റെ പീഠപൂജാതി കർമ്മങ്ങളിലേക്കൊക്കെ പോവാനും ഈ വലിയ പ്രവൃത്തി കഴിഞ്ഞിട്ട് ഇത് പോവാറുള്ളൂ. അതിന്റെ ആ ഒരു നെടുനായകത്വം വഹിക്കുന്നത് ഗണപതി തന്നെയാണ്. അതായത് ആദ്യം മൂലാധാര ചക്രത്തിലെ അല്ലെങ്കിൽ മൂലാധാര ക്ഷേത്രസ്ഥിതം എന്ന് തന്നെ എത്രയോ പാടിയിരിക്കുന്നു അല്ലെ. ആ മൂലാധാര സ്ഥിതമായിരിക്കുന്ന ആദ്യത്തെ ആ സങ്കല്പം തന്നെ, ആ മൂർത്തി തന്നെ മഹാഗണപതി തന്നെയാണ്, ഗണപതി തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഏതിന്റെയും തുടക്കം വിഘ്നങ്ങൾ ഉണ്ടാക്കാനും നല്ലത്, വിഘ്നങ്ങൾ ഇല്ലാതാക്കാനും നല്ലത്. നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നമ്മൾ ഈ പറഞ്ഞ പോലെ നാളികേരം ഉടക്കിലും ഒക്കെ നമുക്ക് ഒരു സൽപ്രവൃത്തിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിക്ക് ഉണ്ടാകാവുന്ന വിഘ്നങ്ങളൊക്കെ ഉടഞ്ഞു തീരണം എന്നുള്ള സങ്കല്പമായിരിക്കാം ഈ നാളികേരം ഉടക്കല്. ഇതും നമ്മുടെ കേരളീയ ശൈലി അല്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് പുറമേ നിന്നുള്ള ആൾക്കാരുടെ ആഗമനത്തോടു കൂടി തന്നെയാണ്. പുറമേ എന്ന് പറയുമ്പോൾ മറ്റ് അന്യ കേരളമല്ലാത്ത പുറമേ ആ ശൈലി അവലംബിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇതിൽ കൂടിയാണ് നാളികേര ഉടക്കലും ഒക്കെ ആദ്യം തുടങ്ങി തന്നെ. എവിടെയാ നമ്മുടെ കേരളത്തിൽ ആദ്യം തുടങ്ങുന്ന നാളികേര ഉടക്കുന്നത്? അവിടെ ഗണപതി അമ്പലം, തിരുവനന്തപുരത്തെ സൈന്യങ്ങളുടെ ഒരു രക്ഷാപുരുഷൻ എന്നുള്ള രീതിയിലാണ് ആ ഗണപതിയെ അവിടെ പ്രതിഷ്ഠിച്ചത്. അത് സൈന്യങ്ങളുടെ ഒരു കേക്കണ്ടാകരുടെ കാലത്താണ് അത് പിന്നെ അതൊന്നുകൂടെ ഡെവലപ്പ് ചെയ്ത തലത്തിലേക്ക് വരുന്നത്. പക്ഷെ അത് ഏത് സൈന്യങ്ങൾ നമ്മുടെ കൊടമാളൂർ നോക്കിക്കോളൂ. കൊടമാളൂർ രാജവംശത്തിന്റെ സൈനികര് കൂടിയിരുന്നതാണ് മണവാളത്ത് ഗണപതി. അവിടെ വിഘ്നങ്ങള്, അപ്പൊ ഇദ്ദേഹം ഇത്രയൊരു ജനകീയനാണ് ഗണപതി. എല്ലാവരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന എല്ലാവർക്കും പ്രാപ്തമാവുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ഗണപതി. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഏത് കാര്യങ്ങൾക്കും ആ വന്ദനം ആയാൽ നമുക്ക് തന്നെ ഒരു ഊർജം കിട്ടുകയാണ്. അപ്പോ അവിടെ വീണ്ടും നമുക്ക് സംശയം വരുന്നത്, നമ്മൾ പ്രാണായാമം അല്ലെങ്കിൽ യോഗ, സപ്തചക്രങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ മൂലാധാര മൂർത്തിയായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിൽ തന്നെ ഉള്ള വിഘ്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻസിനെ മാറ്റി, നമ്മുടെ ഉള്ളിലുള്ള തടസ്സങ്ങളെ മാറ്റി നമ്മളെ ശക്തരാക്കാനാണോ, അതോ പുറമേ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ നമ്മളുടെ ഉള്ളിലല്ലാതെ ഇപ്പൊ പ്രകൃതിപരമായിട്ടോ മറ്റുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അങ്ങനെ വരാവുന്ന തടസ്സങ്ങൾ ഇത് ഏതാണ്, അതോ ഇത് രണ്ടുമാണോ? എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് എല്ലാം ഭൗതികമായിട്ടുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യാനാണ് ഈ ഒരു ഇതിലേക്ക് പോവാറ്. മൂലാധാര ക്ഷേത്ര സ്ഥിതം എന്ന് കേട്ടപ്പോ പെട്ടെന്ന് തോന്നിയത്, കൊച്ചിനെ കണ്ടപ്പോ സംഗീത വിദുഷിയാണ്. തീർച്ചയായിട്ടും ആ കണ്ഠത്തിൽ കൂടെ മറ്റേ ഗണപതിയുടെ ആ സ്തുതികള്, ആ വാതാപി ഗണപതി എന്നുള്ളത് കേട്ടാൽ കൊള്ളാന്ന് വലിയ മോഹം. പല്ലവി ഒന്ന്. വാതാപി ഗണപതി
ഭജേഹം വാതാപി ഗണപതിം ഭജേഹം വാതാപി ഗണപതിം ഭജേഹം വാതാപി ഗണപതിം ഭജേഹം വാരണാസ്യം വരപ്രദം ശ്രീവാതാപി ഗണപതിം ഭജേഹം. മൂലാധാര ക്ഷേത്രസ്ഥിതം പരാരി ചത്വാരി വാഗാത്മകം. അവിടുന്ന് എടുക്കണല്ലേ. പുരാകുംഭ സംഭവ മുനിവര പ്രഭൂഷിതം ത്രികോണമധ്യഗതം മുരാരി പ്രമുഖദ്വിപസിതം മൂലാധാര ക്ഷേത്രസ്ഥിതം. ഇവിടെ മൂലാധാര ക്ഷേത്രസ്ഥിതം എന്ന് നമ്മൾ പഠിക്കുന്നത് ആ ഒരു ഇതിലായി ആണല്ലോ വരാൻ പറയാൻ കാരണം. ഇതൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പൂജ എന്ന് പറയുന്നത് ഗർഭഗൃഹത്തിൽ വെച്ച് ചെയ്യുന്ന ആ കർമ്മം മാത്രമല്ല, ഈ ഒരു നല്ലൊരു ശുദ്ധ സംഗീതം എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പൂജാക്രമങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് പൂജാക്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റും. പ്രസന്ന പൂജ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ സമയത്ത് ദേവന്റെ മൂന്നാമത്തെ ഘട്ടമാണത്, പൂജയുടെ മൂന്നാമത്തെ ഘട്ടം. ആ ഘട്ടത്തിൽ നൃത്തമിതം, ഗീതമിതം, വാദ്യമിതം, താമ്പൂലമിതം തുടങ്ങിയിട്ടുള്ള അർഘ്യാദികളിൽ കൂടി മന്ത്രത്തിന്റെ പ്രാധാന്യം എടുത്ത് കാണിച്ചുകൊണ്ട് അകത്ത് കർമ്മി ഈ അർഘ്യാദികളിൽ കൂടി ദേവനെ സന്തോഷമാക്കുമ്പോ സോപാനം സംഗീതം അവിടെ ആലപിക്കുന്നു. നടയടച്ചിരിക്കുന്ന അകത്തിരിക്കുന്ന ആ ദേവന്റെ ഓരോ അംഗപ്രത്യംഗങ്ങളും ഓരോന്നെടുത്തെടുത്തെടുത്തെടുത്ത് കാണിച്ച് കവചകുണ്ടലാദികള് അതുപോലത്തെ അതിന്റെ നമ്മൾക്ക് ശരിക്കും നമ്മൾ പറഞ്ഞ് ആ ഭക്തന്റെ നിഷ്കളങ്ക ഭക്തിയോടുകൂടി സോപാനത്തിങ്കൽ തൊഴുന്ന ആ ഭക്തന്റെ ഉള്ളില് അകത്തിരിക്കുന്ന ദേവതയുടെ പൂർണ്ണ സങ്കല്പം അവിടെ ഉണ്ടാക്കി കിടക്കുന്ന ഈ സംഗീതം, ഇത് അകത്ത് നടത്തുന്ന ഈ കർമ്മി നടത്തുന്ന അർഘ്യാദികൾ കൂടി മന്ത്രത്താൽ കൊടുക്കുന്ന ആ പൂജയും ഈ സോപാന സംഗീതജ്ഞൻ ആലപിക്കുന്ന ഈ കൊട്ടിപ്പാട്ട് സേവ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സേവയും ദേവൻ ഒരുപോലെയായിരിക്കും സ്വീകരിക്കുക. അത്രയ്ക്ക് ഗൗരവം ഇതിനുണ്ട്. നമ്മൾ നട അറിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ഭക്തന്റെ മനസ്സിൽ ഈ ദേവതയുടെ കുമാരതമ്പുരെ നമുക്ക് എടുത്തറിയാൻ പറ്റും. ആ സമയത്ത് അല്ലേ അമ്മയുടെ അംഗപ്രത്യംഗങ്ങൾ ഓരോന്നും അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ, കണ്ണുകളുടെ ചലനങ്ങൾ, അല്ലെങ്കിൽ ആ തിളക്കം, ആ ആഭരണാദികള്, ഇതെല്ലാം തന്നെ അതിൽ നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് പറയുമ്പോൾ മനസ്സിൽ അകത്ത് അടഞ്ഞിരിക്കുന്ന ആ ദേവതയുടെ ഒരു നമ്മുടെ ഹൃദയമാകുന്ന പത്മത്തിൽ നമുക്ക് ഒന്ന് അഷ്ടബദ്ധമായിട്ട് ഉറപ്പിക്കാൻ ആ ഒരു സംഗീതത്തെ കൊണ്ട് പറ്റും. സംഗീതത്തിന്റെ പ്രാധാന്യം അതാണ്. അപ്പൊ ഓരോ ചക്രങ്ങളിലും ഓരോ ദേവതാ സാന്നിധ്യം പറയുന്നുണ്ട്. അപ്പോൾ ആത്മീയതയിലേക്ക് പോകുന്ന ഒരാളുടെ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയുടെ ഒരു ഉണർത്തലിന് ഗണപതിയുടെ ഒരു സാധന ആ രീതിയിലേക്ക് ഇതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണക്കാരന് ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ എങ്ങനെ ആരാധിക്കണം എന്ന് പോലും ഇപ്പം നമ്മൾ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല. അവരച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു, അല്ലെ അമ്മൂമ്മ എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണോ പോകുന്നത് അവരെന്ത് ചെയ്യുന്നു, അതുപോലെ അങ്ങ് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഏത് വഴി കയറണം, ഏത് വശത്തൂടെ കയറണം, ഏത് വശത്തൂടെ ഇറങ്ങണം. നമ്മൾ ഈ ചർച്ച പര്യവസാനിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തുടങ്ങി വെച്ച വാതാപി ഗണപതി പൂർത്തിയാക്കി തരണം. എന്റെ അമ്മയെ കാണിച്ചു തരുമോ? ശരി. വാതാപി ഗണപതി ഭജേ